ഹലോ മക്കളെ, +1 അക്കൗണ്ടൻസി പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന നിങ്ങൾ തീർച്ചയായും കഴിഞ്ഞ വർഷത്തെ 2025 പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് നിങ്ങൾ നടത്തണം. അതിന്റെ സൊല്യൂഷൻ എന്നല്ല പറഞ്ഞത്, അതിന്റെ അനാലിസിസ് നടത്തണം. ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ മാറി വന്നത്, കഴിഞ്ഞ വർഷം മാറി വന്നത് ഏതൊക്കെയാണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സാധാരണ ചോദിക്കുന്ന രീതിയിലുള്ള ട്രയൽ ബാലൻസ് അല്ലായിരുന്നു, ഗ്രോസ് പ്രോഫിറ്റ് നേരിട്ട് തന്നായിരുന്നു, ഏത് രീതിയിലാണ് ഡബിൾ കോളം ക്യാഷ് ഫ്ലോ ചോദിച്ചിരുന്നത്. അപ്പൊ അതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി സാർ വന്നിരിക്കുക. അപ്പൊ 2025 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഒരു ധൈര്യം കിട്ടും. 2026 പബ്ലിക് എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നോക്കാം അത് എങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ പ്രസന്റ് ചെയ്തത്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കുട്ടികൾ അത് എന്തായിരുന്നു ഫേസ് ചെയ്ത മാറ്റം എന്നുള്ളതാണ്. സാധാരണ ചെയ്യുന്ന പോലെ ഫസ്റ്റ് പേജിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ തന്നെയായിരുന്നു. സെക്കൻഡ് പേജിൽ വരുന്ന സമയത്ത് MCQ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു നോർമൽ ടൈപ്പ് MCQ തന്നെയാണ് 2025 ചോദിച്ചത്. കാരണം അവിടെ നമ്മൾ അധികം പ്രശ്നം അല്ലെങ്കിൽ അവിടെ പ്രശ്നമാക്കിയിട്ടില്ല, അവിടെ അധികം കുട്ടികൾ ബുദ്ധിമുട്ടിയിട്ടില്ല. കാരണം ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്വാളിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് നമുക്കറിയാം, റിലയബിലിറ്റി, കമ്പാരിറ്റീവ് റെലവൻസ് ആണ് ഇവിടെ മെഷറബിലിറ്റി ആൻസർ വരുന്നത് അല്ലേ. ആ രീതിയിൽ ചോദ്യം ചോദിച്ചത് ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എഫക്ട് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ. ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ എഫക്ട് എന്താണ്, ആർക്കാണ് ഇൻക്രീസ് ആർക്കാണ് ഡിക്രീസ്. ആ ക്വസ്റ്റ്യൻ ആയിരുന്നു GST നിന്ന് അധികം ബുദ്ധിമുട്ടിക്കാത്ത ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ടാക്സ് ഈസ് ലെവിഡ് ഓൺ ദെയർ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ ഇന്റഗ്രേറ്റ് IGST നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ GST ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരുന്നു, മക്കൾക്ക് ഓർമ്മയുണ്ടാവും. ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് ബുക്കിലാണ്, ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണെങ്കിൽ അത് പർച്ചേസസ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നാലാമത്തെ വന്നിരുന്നത്. ബാങ്ക് റീകൺസിൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു, നമുക്കറിയാം ഡിറ്റക്ട് എറേഴ്സ് ഇൻ ദ പാസ്ബുക്ക് ഓൺലി. ഇത്തരത്തിൽ BRS ഒരു ക്വസ്റ്റ്യൻസ് അവിടെ വന്നിരുന്നു. സ്ഥിരമായിട്ട് BRS ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനും BRS ബാങ്ക് റീകൺ സ്റ്റേറ്റ്മെന്റ് ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ് എക്സാമിനേഷന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് കോസ്റ്റ് ഓഫ് ദ അസറ്റ് സ്ക്രാപ്പ് വാല്യൂ യൂസ്ഫുൾ ലൈഫ് ഫൈൻഡ് ദ ആനുവൽ ഡിപ്രീസിയേഷൻ. അതായത് ഓപ്ഷൻ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ആറാമത്തെ. സാധാരണ MCQ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ചോയ്സ് ഉള്ള ആൻസർ ഉണ്ടായിരിക്കണം. ആറാമത്തെ ക്വസ്റ്റ്യൻ അവർക്ക് ചോയ്സ് ഇല്ല, നേരിട്ട് എഴുതാൻ വേണ്ടിയ ക്വസ്റ്റ്യൻ. അതൊരു മാറ്റമല്ലേ. കാരണം ഇവിടെ എന്ത് ചെയ്യണം, ആനുവൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. ടോട്ടൽ ഡിപ്രീസിയേഷൻ അല്ലേ, അതായത് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ ലൈഫ് ഇട്ടിട്ട് ആനുവൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചോയ്സ് ഉള്ളത് തന്നു, ഫൈൻഡ് ദ ഓഡ് വൺ ഓഫ് വിത്ത് റിഗാർഡ് ദ ഡയറക്ട് എക്സ്പെൻസ്. ഡയറക്ട് ഏതാ ഇൻഡയറക്ട് ഏതാ എന്നുള്ളതാണ്. നമുക്കറിയാം ഇവിടെ ഓഫീസ് റെന്റ് ഉണ്ട്, പ്രൊഡക്ഷൻ എക്സ്പെൻസ്, ഫാക്ടറി വേജസ്, ഓഫീസാണ് ആൻസർ വരുന്നത്. അപ്പം ഒരു 7 മാർക്കിന്റെ MCQ ക്വസ്റ്റിനകത്ത് 1 MCQ ഇല്ലാതെ 8ാമത്തെ ക്വസ്റ്റ്യൻ 2ാമത്തെ പേജിലേക്ക് വരുമ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഇങ്ങനെയാണ്. 8th ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് MCQ വന്ന ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് ഈസ് എ ലയബിലിറ്റി. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇനി അടുത്തത് 3 ക്വസ്റ്റ്യൻസ് ആണ് 9 to 13, 9, 10, 11, 12. എനി 3 ക്വസ്റ്റ്യൻ 9 to 13 carries 2 scores ആണ്. അപ്പൊ 9, 10, 11, 12, 13 നോക്കിക്കേ, അത്രയും ഓപ്ഷൻസ് ആണ്. ജേർണലൈസ് ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ്. റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഡിപ്രീസിയേഷൻ നമ്മൾ മോഡലിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ആണ്. ഇനി ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്സ്. കണ്ടോ, ബ്രാക്കറ്റിൽ ആൻസർ തന്നു. ഇവിടുത്തെ അത് കറക്കി കുത്തുകയും ചെയ്യരുത്, കറക്റ്റ് മീനിങ് നമുക്ക് മനസ്സിലാവും. ബ്രാക്കറ്റിൽ ഒരു ആൻസർ തന്നിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറഞ്ഞു, എടുത്ത് അപ്രോപ്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചെയ്യുന്ന പോലെയാണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇങ്ങനെയാണ്. സ്റ്റേറ്റ് ദ വെദർ ദ ഫോളോയിങ് ഐറ്റം ഷോൺ ദ ഡെബിറ്റ്സ് ഓർ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിന്റെ ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യം വന്നിരുന്നത്, അതായത് 2025 വന്നിരുന്നത് ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഡെബിറ്റ് ക്രെഡിറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. BOD ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, റെന്റ് റിസീവ്ഡ് ഉണ്ട്. നമുക്കറിയാം ഡെബിറ്റും ക്രെഡിറ്റ് അറിയാം. BOD ക്രെഡിറ്റ് ആണ്, സ്റ്റോക്ക് ഡെബിറ്റ് ആണ്, ക്യാപിറ്റൽ ക്രെഡിറ്റ് ആണ്, റെന്റ് റിസീവ്ഡ് ക്രെഡിറ്റ് ആണ് അല്ലെ. ഇനി മെൻഷൻ എനി 2 ട്രാൻസാക്ഷൻസ് ടു ബി റെക്കോർഡ് ത്രൂ ദ ജേണൽ പ്രോപ്പർ. ജേണൽ പ്രോപ്പറിൽ ഏത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക, അസറ്റ് സെയിൽ ചെയ്യുന്ന ഓൺ ക്രെഡിറ്റില്, അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് ക്രെഡിറ്റില്, അങ്ങനെ കൊടുക്കാം. ട്രാൻസ്ഫർ എൻട്രി കൊടുക്കുക, റെക്ടിഫിക്കേഷൻ എൻട്രിയിലും കൊടുക്കുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കുട്ടികൾ നല്ല ഭംഗിയായിട്ട് ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 മാർക്കിന്റെ സെഷൻ കുട്ടികൾക്ക് വളരെ ഈസി ആയിരുന്നു. വളരെ ഈസി ആയിട്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആ വർഷത്തെ കുട്ടികൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് മക്കളെ. ഇവിടെ ചോദിച്ചിട്ട് ബിസിനസ് സയൻസ് കോൺട്രാക്ട് സോഫ്റ്റ്വെയർ പ്രൈസ് 50, സോഫ്റ്റ്വെയർ ഡെലിവേർഡ് ചെയ്യുന്നത് 25th. അതായത് നമ്മളെ റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ് നമ്മൾ ഇത് എക്സാമിനൊക്കെ പഠിച്ച എങ്ങനെയാണ്, ഒരു ഫർണിച്ചർ ഉണ്ടാക്കാൻ ഓർഡർ വരുന്നു, ഫർണിച്ചർ ഉണ്ടാക്കുന്നു, അത് ഡെലിവർ ചെയ്യുന്നു, പിന്നീട് പൈസ കിട്ടുന്നു, ഏത് ഡേറ്റിനാണ് റെക്കോർഡ് ചെയ്യുക, അതായത് റവന്യൂ എപ്പോഴാണ് റിയലൈസ് അപ്പോൾ റെക്കോർഡ് ചെയ്യണം. റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ കുട്ടികൾ നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ അടുത്ത സെഷനിലേക്ക് പോവാം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യന് എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 14, 15, 16, 17, 18, 19. എനി 5.
നോക്കി എന്ത് രസമാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ. കോസ്റ്റ് കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് ചോദിച്ചാൽ അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കണ്ടുപിടിക്കാനും ഒരു ഫോർമുല ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും ഒരു ഫോർമുല ഉണ്ട്. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് സോൾഡ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്കറിയാം, അത് അപ്ലൈ ചെയ്യുക. ഇതിൽ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരാൾ പോലും വന്നിട്ടില്ല. കാരേജ് ഇൻവേർഡും വേജസും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമേ വന്നുള്ളൂ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. 3 മാർക്ക് ഈസി ആയിട്ട് കഴിഞ്ഞ വർഷം കുട്ടികൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ട്രാൻസാക്ഷൻ ഫ്രം ദ ഫോളോയിങ് ജേണൽ എൻട്രീസ്. വെരി വെരി സിമ്പിൾ. നരേഷൻ എഴുതാൻ വേണ്ടിയാണ്. ട്രാൻസാക്ഷൻ ചെയ്ത ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ഒരു ബാങ്ക് ആണ്. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് ആണ്. ക്യാഷ് അക്കൗണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട്, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. ഡ്രോയിങ്സ് അക്കൗണ്ട് പർച്ചേസ് ആണ്, ഗുഡ്സ് വിഡ്രോ ചെയ്തു. അത്ര ഈസി ആയ ഒരു 3 എൻട്രി എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക്. വളരെ സിമ്പിൾ ആയിരുന്നു. ഇനി ചോദിച്ചിരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഇങ്ങനെയാണ്. എൻഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ടുക്ക് പ്ലേസ് ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ആൻഡ് അരുൺ ട്രേഡേഴ്സ് പ്രിപ്പയർ ദ പർച്ചേസസ് ബുക്ക് ആണ്. പർച്ചേസ് ബുക്കിൽ ട്രേഡ് ഡിസ്കൗണ്ട് 15%, ട്രേഡ് ഡിസ്കൗണ്ട് 10%. സാധാരണ ക്വസ്റ്റ്യൻ. ഓക്കെ, സാധാരണ ക്വസ്റ്റ്യൻ. പിന്നീട് ചോദിച്ചത് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ വിത്ത് റിഗാർഡ് ദ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇൻഡിക്കേറ്റ്സ് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്താണ്. ഡെബിറ്റ് അതായത് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ, പോസിറ്റീവ് ആണോ മൈനസ് ആണോ. ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ അത് മൈനസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ദ ക്യാഷ് ബുക്ക് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. എത്ര സിമ്പിൾ ആണല്ലേ, എത്ര സിമ്പിൾ ആയിട്ടാണ് പഠിക്കുന്നത്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. അത്രയും ഈസി ആയിട്ട് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം കുട്ടികൾ ക്ലിയർ ചെയ്തിരുന്നു. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് സ്റ്റേറ്റ് വെദർ ദേ ആർ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ. ട്രൂ ഓർ ഫോൾസിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ഓൺ ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ നോൺ ലയബിലിറ്റീസ് അല്ലെ. പ്രൊവിഷൻ ഫോർ നോൺ ലയബിലിറ്റീസ് കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് റിസർവിന്റെ ചോദ്യം ചോദിച്ചു. അപ്പൊ സാറി ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് കാണിക്കുകയാണ്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട്, കാരണം നമുക്ക് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏത് വേണേ സെലക്ട് ചെയ്യാം, എല്ലാം ഓക്കെയാണ്. ഇനി അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ളത് കുട്ടികൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. നെയിം ദ അക്കൗണ്ടിംഗ് ടേംസ് മെൻഷൻ ദ ഫോളോയിങ്. ഡിഡക്ഷൻ ഗിവൺ at the time of sale usually based on the quantity purchased. കൂടുതൽ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഡിഡക്ഷൻ നൽകാറുണ്ട്. അതിന് എന്താ പറയാ, നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നില്ലേ, ആ രീതിയിൽ ടേം ക്വസ്റ്റ്യൻ വന്നിരുന്നത് എക്സസ് റവന്യൂ ഓവർ എക്സ്പെൻഡിച്ചർ. നമുക്ക് പ്രോഫിറ്റ് ആണെന്ന് അറിയാം. അപ്പൊ ഈസി ആയിട്ടായിരുന്നു 19ാമത്തെ ക്വസ്റ്റ്യൻ വരെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ അറ്റൻഡ് ചെയ്ത്. നമുക്ക് ഈ പ്രാവശ്യം അടിപൊളിയാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഇനി നമുക്ക് any 5 questions carries 4 സ്കോർ ആണ്. 20, 21, 22, 23, 24, 25. ഇവിടെ 5 ക്വസ്റ്റ്യൻ, 2 എക്സ്ട്രാ ഉണ്ട്. 5 ക്വസ്റ്റ്യൻസ് ഉള്ളത്. 5 ക്വസ്റ്റ്യൻ ചെയ്യണം. അതിൽ 4 മാർക്ക് ഉള്ളത്. 1 മെഷീനറി പർച്ചേസ്ഡ് ആണ്. ഒരു അഡീഷണൽ പർച്ചേസും അതുപോലെ സെയിൽസും വന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ഡിപ്രീസിയേഷൻ കഴിഞ്ഞ വർഷം ചോദിച്ചത്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ ABC ലിമിറ്റഡ് ഹിസ് ബാലൻസ് 2000 ആസ് പെർ ക്യാഷ് ബുക്ക്. ആസ് പെർ പാസ്ബുക്ക് ആണ്. പാസ്ബുക്ക് ബാലൻസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്യാഷ് ബുക്ക് ബാലൻസിന്റെ ആൻസർ തന്നു. അപ്പൊ ഇതിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആൻസർ എത്തുമ്പോൾ ആൻസർ അവിടെ തന്നിട്ടുണ്ട്. ഏഡ് ലെസ് മനസ്സിലാക്കുക, BRS വർക്ക്ഔട്ട് ചെയ്യുക. പേടിക്കേണ്ട ഒന്നും വന്നിട്ടില്ല. ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് കളക്ടഡ്, ബാങ്ക് ചാർജസ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, ബാങ്ക് ഇൻട്രസ്റ്റ്, പേയ്മെന്റ് ഓഫ് ചെക്ക് റെക്കോർഡ് ട്വൈസ് ഇൻ ദ പാസ്റ്റ്. 2 പ്രാവശ്യം റെക്കോർഡ് ചെയ്ത് പോയി. ഓക്കെ, ഇനി ഇതായിരുന്നു ചോദ്യം. 22ാമത്തെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. യു ആർ ഗിവൺ ദ ഫോളോയിങ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെന്റ് അല്ലെ. ബിഫോർ അഡ്ജസ്റ്റ്മെന്റ് പ്രോഫിറ്റ് എങ്ങനെയായിരുന്നു. എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാം. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്തായിരിക്കണം, ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് നമുക്ക് ഇനി കൊടുക്കാനുണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് മുൻകൂട്ടി അടച്ചതാണ്. അക്രൂഡ് ഇൻകം ഉണ്ട്. ഡിപ്രീസിയേഷൻ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഷോ ദ എബോ അഡ്ജസ്റ്റ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എക്സ്പെൻസുകൾ നമ്മൾ എല്ലാം മൈനസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റൻ ആയിരുന്നു. ഇനി എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഒബ്ജക്റ്റീവ്സ്. സ്ഥിരമായിട്ട് പരീക്ഷ ചോദിക്കുന്ന തിയറി ക്വസ്റ്റൻ ഒബ്ജക്റ്റീവ്സ് ആണ്. And read the following cases. A businessman buys the machinery 50,000 record on the balance sheet 50,000 regardless of any changes in the market value. Okay, correct record cheyichu. And when the owner of invest cash 10,000 to business, it is affected 2 accounts. That is capital account and cash account. Identify the accounting concept mentioned the above transaction. അതായത് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് ഉള്ള ക്വസ്റ്റൻ ആയിരുന്നു. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദം. രണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. ആ രണ്ടും റെക്കോർഡ് ചെയ്യാൻ കാരണം ഡ്യുവൽ ആസ്പെക്റ്റിലെ ആ പ്രിൻസിപ്പിൾസ് ആണ്. ആ പ്രിൻസിപ്പിൾസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനി ക്ലാസിഫൈ ദ ഫോളോയിങ് അണ്ടർ ദ ഹെഡിങ്സ് ജേണൽ ആൻഡ് ലെഡ്ജർ. താഴെ ഇതൊരു പുതിയ ക്വസ്റ്റൻ ആയിരുന്നു. ജേണലിൽ റെക്കോർഡ് ചെയ്യുന്ന ഐറ്റം ഏതാ, ലെഡ്ജർ റെക്കോർഡ് ചെയ്ത ഐറ്റം ഏതാ. നമുക്കല്ല ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി ലെഡ്ജർ ആണ്. അങ്ങനെ ഓരോന്ന് വായിച്ചു നോക്കിയിട്ട് ജേണൽ റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ജേണലായിട്ട് കണക്ട് ചെയ്തതാണ്, ലെഡ്ജറായിട്ട് കണക്ട് ചെയ്തതാണ്. ഇതായിരുന്നു ഒരു 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് വന്നിരിക്കുന്നത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് സം അക്കൗണ്ടിംഗ് എറേഴ്സ് ആർ ഗിവൺ ബിലോ. എറേഴ്സ് ആണ് 1, 2, 3, 4 എറേഴ്സ് ആണ്. എറേഴ്സിന്റെ തന്നു.
കൈൻഡ്ലി റൈറ്റ് ദ ടൈപ്സ് ഓഫ് എറേഴ്സ് മെൻഷൻ ദ എബോ കേസസ്, റെക്ടിഫൈ ദ എബോ എറേഴ്സ്. ഏത് ടൈപ്പ് എറാണ് കൊടുക്കുകയും വേണം, അത് 3 മാർക്കായിരിക്കും. ഇനി നമുക്ക് അതിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രിയും കൊടുക്കണം. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ട് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഒരു സാധാരണ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷും ഓപ്പൺ ബാങ്ക് അക്കൗണ്ടും ബാലൻസ് തരാതെ നോർമൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അതിന്റെ അകത്ത് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് കോൺട്രാ എൻട്രി ആണ്. അതുപോലെ തന്നെ ഒരു ഓപ്പൺ ബാങ്ക് കൊണ്ട് കോൺട്രാ എൻട്രി ആണ്. 2 കോൺട്രാ എൻട്രി ആണ് സാധാരണ ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരിക. ഇനി നമ്മൾ മോസ്റ്റ് വെയിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ചോദിക്കും? കണ്ടോ, ഇതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സാധാരണ നമ്മൾ എങ്ങനെയാണ് പഠിക്കുക? ഒരു ട്രയൽ ബാലൻസ് എങ്ങനെയാണ് പഠിക്കുക? കുട്ടികളാകെ കൺഫ്യൂസ്ഡ് ആയി. പെട്ടെന്ന് വളരെ സിമ്പിൾ ആണ്. ഇത് കണ്ടപ്പം കുട്ടികൾ കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ നോക്കേണ്ട എങ്ങനെയാണ്? ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം ദ ബുക്സ് ഓഫ് ഇപ്പൊ ക്യാപിറ്റൽ, ക്യാഷ്, റെന്റ്, ഫർണിച്ചർ, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, സാലറി, ജനറൽ എക്സ്പെൻസ്, ഡിസ്കൗണ്ട്, ഡ്രോയിങ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്. കണ്ടോ, ഗ്രോസ് പ്രോഫിറ്റ്. ട്രയൽ ബാലൻസിനുള്ളിൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് അകത്ത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ തന്നെ തന്നിട്ടുണ്ട്. ഡിപ്രീസിയേറ്റ് ഫർണിച്ചർ ഉണ്ട്, റെന്റ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് ഉണ്ട്, ക്രിയേറ്റ് പ്രൊവിഷൻസ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ചാർജസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞെന്താ അറിയോ? പ്രിപ്പയർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതായത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് മാത്രമേ വരയ്ക്കാൻ പറഞ്ഞുള്ളൂ. വെരി ക്ലിയർ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് 2025 ചോദിച്ചിരുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ മോഡൽ എക്സാമിന് അനലൈസ് ചെയ്യുന്ന സമയത്ത് മോഡൽ എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 2 അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ചോദിച്ചുള്ളൂ, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, ക്ലോസിംഗ് സ്റ്റോക്കും. അപ്പൊ അടിപൊളിയായിട്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് വെച്ച് നമ്മൾ മനസ്സിൽ പ്ലാൻ ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരാൻ പോകുന്നു. അതിലൂടെ കൃത്യമായിട്ട് നമ്മൾ കൺവേ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അനാലിസിസ് നടത്തിയിട്ടും കൊണ്ടായിരിക്കും. സോ അടിപൊളിയായിരിക്കുക. 2025 നല്ല മാർക്ക് കുട്ടികൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ചില കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിലും സ്കോർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഈ പ്രാവശ്യം നല്ല മാർക്ക് കിട്ടും എന്നാണ് ഉറപ്പ്. അതുകൊണ്ട് വെൽ പ്രിപ്പയർഡ് ആവുക, അടിപൊളിയാക്കുക.